നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു തകർപ്പൻ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസാണ്. ഞാൻ കൂടെ നിന്നുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ ബെല്ലി ഫാറ്റ് കുറയുമ്പോൾ ബെല്ലി ഫാറ്റ് മാത്രമായിട്ട് എനിക്ക് അങ്ങോട്ട് കുറച്ചെടുക്കണം എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെയല്ല, ഓവറോൾ ബോഡി ഫാറ്റ് കുറയുന്നതിനൊപ്പം നമുക്ക് ബെല്ലിയും നല്ലപോലെ കുറഞ്ഞു കിട്ടും. പക്ഷേ അതിന് നമ്മൾ കൺട്രോൾഡ് ആയിട്ടുള്ള ഫുഡ് എടുക്കുക കൂടി വേണം. ഒരു സൈഡിൽ നിന്ന് നമ്മൾ ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ഹൈ കാലറി എക്സസൈസ് ചെയ്തിട്ട് അടുത്ത സൈഡിൽ അതിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഈ പോയ കാലറി അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് കയറി വരും. സിമ്പിൾ ലോജിക്. ഓക്കെ, സോ അങ്ങനെ ചെയ്യാതിരിക്കുക. കൺട്രോൾഡ് ഫുഡ് എടുത്ത് നല്ലപോലെ എക്സസൈസ് ചെയ്ത് നല്ല ടോൺഡ് നല്ല ഷേപ്പായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ റെഡിയാണല്ലോ? ഇതിൽ വാമപ്പും സ്ട്രെച്ചിങ്ങും ഇൻക്ലൂഡഡ് ആണ്. ഇനി സെപ്പറേറ്റ് വാമപ്പും സ്ട്രെച്ചിങ്ങും വേണമെങ്കിൽ നമ്മുടെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്, അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സോ വാമപ്പും സ്ട്രെച്ചിങ്ങും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വർക്കൗട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 10 ദിവസം ഫോളോ ചെയ്തിട്ട് എന്ത് ചേഞ്ചസ് വന്നു എന്നുള്ളത് ഇതിൻ്റെ താഴെ തന്നെ കമൻറ്റ് ഇട്ടേക്കൂ. ഓക്കെ, ഇവിടെ ഫേക്ക് ആയിട്ടുള്ളതൊന്നും പറയുന്നില്ല. നിങ്ങൾ ഡയറ്റും വർക്കൗട്ടും കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവുള്ളൂ. അതല്ലാണ്ട് ഞാൻ ഇത് കുടിക്കൂ, അത് ചെയ്യൂ, ഇത് അലിയിപ്പിച്ച് കഴിച്ചേക്കൂ, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. എനിക്കറിയാവുന്ന തൊഴിലാണിത്. ഇത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണല്ലോ? പിന്നൊരു കാര്യം കൂടി, വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലുള്ള കണ്ടൻറ്റുകൾ നമ്മുടെ ചാനലിൽ നിന്ന് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ റീച്ച് അനുസരിച്ചിട്ടാണ് നമ്മൾ അടുത്ത കണ്ടൻറ്റ് ചെയ്യുന്നത്. സീരീസ് ചെയ്യണം എന്ന് എല്ലാവരും പറയാറുണ്ട്. സീരീസ് ചെയ്യാൻ എനിക്കൊരു മടിയില്ല. എന്നും ഞാൻ വീഡിയോ ആയിട്ട് വരാം, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ കണ്ടൻറ്റിൻ്റെ റീച്ച് കിട്ടണ്ടേ? അപ്പം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതേ ഈ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിലോട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഡയറ്റ് ആൻഡ് വർക്കൗട്ട് കറക്റ്റായിട്ട് ദിവസേന മോട്ടിവേഷനും സപ്പോർട്ടുമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വാമപ്പ് ചെയ്തുകൊണ്ട് തുടങ്ങാം. സോ ആദ്യം ഇതുപോലെ കൈകൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ മുഷ്ടി പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. ഓക്കെ, 1 2 3 4 5. തിരിച്ച് 1 2 3 4 5. സ്ലോലി ചെയ്യുക, ലോക്ക് ചെയ്യുക. ഫ്രണ്ടിലോട്ട് ഇതേപോലെ പുഷ് ചെയ്തിട്ട് ബാക്കിലോട്ട് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് സ്ട്രെച്ച് ചെയ്യുക. എക്സെയിൽ ചെയ്തുകൊണ്ട് താഴോട്ട് വരിക. ജസ്റ്റ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. ഇതെല്ലാം ചെയ്യേണ്ടത് സ്ലോലി ആണ്. ഷോൾഡറിൽ വയ്ക്കുക കൈ. 1 2 3 4 5. തിരിച്ച് 1 2 3 4 5. അപ്പം നമ്മുടെ ഷോൾഡർ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം കൈകൾ ബാക്കിലോട്ട് വെച്ചിട്ട് വീണ്ടും 1 2 3 4 5. again 5. 1 2 3 4 5. ഓക്കെ, ഇനി കൈകൾ ജസ്റ്റ് ഇങ്ങനെ വട്ടം കറക്കുക. 1 2 3. തിരിച്ചിങ്ങോട്ട് 1 2 3. ഓക്കെ, ഈ കൈയും അതേപോലെ തന്നെ. അപ്പോൾ ഈ കൈ ബാക്കിലോട്ട് വയ്ക്കാം. യെസ്, ഇനി കൈ 1 2 3. തിരിച്ചിങ്ങോട്ട് 1 2 3. സ്ലോലി ചെയ്യുക കേട്ടോ. പെട്ടെന്ന് എടുത്ത് വട്ടം കറക്കിയിട്ട് എവിടെയെങ്കിലും ഉളുക്കരുത്. ഉളുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രെച്ചിങ് ചെയ്യുന്നത് ആദ്യം തന്നെ. ഓക്കെ, ശരി. ഇനി കൈ ബാക്കിലോട്ട് വെച്ച് 1 2 3. 1 2 3. ഇത് നിങ്ങൾക്ക് നമ്പർ കൂട്ടിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. എൻ്റെ അത്ര നമ്പർ തന്നെ ചെയ്തോളണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി നെക്ക് റൊട്ടേഷൻ ചെയ്യാം. അതും സ്ലോലി ചെയ്യുക. പെട്ടെന്ന് പിടിച്ചിങ്ങനെ കോഴിയുടെ തല തിരിക്കും പോലെ തിരിക്കരുത്. 1 2 3. തിരിച്ചങ്ങോട്ട് 1 2. ഇൻഹെയിൽ എക്സെയിൽ സ്ലോലി ചെയ്തുകൊണ്ടിരിക്കുക. 2 3. യെസ്, ഇനി ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും 1 2 3. ഓക്കെ, ദെൻ കാലുകൾക്ക് ആക്ഷൻ. 1 2 1 2 1 2. ഇനി ഒന്ന് ജമ്പ് ചെയ്യാം, ഒന്ന് ഓടി വരാം. ഇതൊക്കെ വാമപ്പിൻ്റെ ഭാഗമാണ് കേട്ടോ. സോ ഓക്കെ, നമ്മൾ ആദ്യം നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾക്ക് ശേഷം മാത്രമേ ഹെവി ആയിട്ടുള്ള എക്സസൈസിലോട്ട് കിടക്കുന്നുള്ളൂ. സോ സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, മെല്ലെ സ്ലോലി ബെൻഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9
10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. നല്ല ചൂടാണ്, നല്ലോണം കിതച്ച് വേർത്തിട്ടുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, സാരമില്ല. അടുത്തതൊന്ന് സിമ്പിളാക്കാം നമുക്ക്. കൈകളിങ്ങനെ ലോക്ക് ചെയ്യുക, എന്നിട്ട് കഴുത്തിൻ്റെ ബാക്കിലോട്ട് കൊണ്ടുവരിക, ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. ഇത് നമ്മുടെ അപ്പർ ബെല്ലി കുറയ്ക്കുന്നതിന് സഹായിക്കും, അല്ലെങ്കിൽ ആ ഭാഗം ഒന്ന് ടോൺഡായിട്ട് കിട്ടുന്നതിന് സഹായിക്കും, ബ്രസ്റ്റ് ലിഫ്റ്റ് ആവുന്നതിന് സഹായിക്കും. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു എക്സസൈസാണ് കേട്ടോ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 10, 9, 8, 7, 6, concentrate, 5, 4, 3, 2, 1. റിലാക്സ്. ഇത് ഇനി ചെയ്യാൻ പോകുന്നത് അപ്പർ ബോഡിക്ക് നല്ലൊരു എക്സസൈസാണ്. ലവ് ഹാൻഡിൽസിൻ്റെ ഭാഗം കുറഞ്ഞു കിട്ടുന്നതിന് സഹായിക്കും. സിമ്പിളായിട്ട് ടി വി കണ്ടുകൊണ്ട് എപ്പോഴും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എക്സസൈസ്. ഓക്കെ, സോ ഇതുപോലെ കൈ ഇങ്ങനെ എടുക്കുക, മേലോട്ട് കൊണ്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, തിരിച്ചിങ്ങോട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, കാല് പൊന്തുന്നുണ്ട്, അങ്ങനെ വേണേ. 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. അടുത്ത എക്സസൈസ് ചെയ്യുന്നതിനായി കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് മേലോട്ട് പോവുക. 1, 2,
3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. അതിലും അടിപൊളിയായിട്ടുള്ള അടുത്ത എക്സസൈസ്, ലവ് ഹാൻഡിൽസ് കുറയ്ക്കാൻ സൂപ്പർബായിട്ടുള്ള എക്സസൈസ്. രണ്ട് സൈഡിലോട്ടും സ്ലോലി ആയിട്ടാണ് ബെൻഡ് ചെയ്യേണ്ടത്. ടക്ക് ടക്ക് ടക്കച്ചിട്ട് ബെൻഡ് ചെയ്തിട്ട് നടുവുളുക്കിന്ന് പറയരുത്. ആർക്കെങ്കിലും ഈ വർക്കൗട്ടുകളൊന്നും ഓക്കെ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഓക്കെ, 1, സ്ലോലി 2, സ്ലോലി 3, സ്ലോലി 4, കണ്ണുകൾ എവിടെയാ, കൈ പോണോടത്ത് കേട്ടോ, 5, 6, 7, 8, yes, 9, superb, 10, 11, 12, 13, 14, 15, 16, 17, 18, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ, 19, 20, എൻ്റെ വീഡിയോ 2 റിപ്പീറ്റേഷൻ ചെയ്യണം, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. റിലാക്സ്. ദാഹിക്കുന്നുണ്ടാവും, വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ അത് ബാലൻസ് ചെയ്യണം, വെള്ളം കുടിക്കുക. ഓക്കെ, ശരി. അടുത്ത എക്സസൈസ് സിമ്പിളാണ്, റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1, 2, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഫോഴ്സ്ഫുള്ളി. 3, 4, 5, 6, 7, ഇൻഹെയിൽ എക്സെയിൽ, 8, 9, ആ ഹീറ്റ് അങ്ങ് മാറിക്കിട്ടും, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9,
10. റിലാക്സ്. അടുത്ത എക്സസൈസ് ഇതുപോലെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് 1. ഇത് ബട്ട് ഷേപ്പ് ചെയ്യുന്നതിന്, തൈ ഫാറ്റ് കുറയുന്നതിനൊക്കെ നല്ലതാണ്. 2, 3. ലോവർ ബെല്ലി കുറയുന്നതിനും നല്ലതാണ്. 4, 5, 6, 7, 8, 9. ഇരിക്കണം കേട്ടോ. 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2. സ്ലോലി ചെയ്താൽ മതി കേട്ടോ. എൻ്റെ സ്പീഡ് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡ് ചെയ്താൽ മതി. 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, റിലാക്സ്. വീണ്ടും പറയട്ടെ, ഞാനിതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് BP ലോ ആണ്, ഷുഗർ ലോ ആണെങ്കിൽ അതിനുള്ള റെമഡിയും നിങ്ങൾ കണ്ടുപിടിക്കില്ലേ. ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കുക, ഉപ്പും പഞ്ചസാര ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുക. ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു, തലതിരിയുന്നത് പോലെ തോന്നുന്നു, ക്ഷീണം തോന്നുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ. അതേപോലെ നിങ്ങളുടെ നടുവിന് സർജറി കഴിഞ്ഞിട്ടുണ്ട്, നെക്കിന് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. സിവിയറായിട്ട് ഇവിടെയൊക്കെ പെയിൻ ഉള്ളവർക്കും പറ്റിയതല്ല. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്കാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നോക്കിയും കണ്ടും വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം. ജസ്റ്റ് പില്ലോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പില്ലോ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് കാലുകൾ ഓപ്പൺ ആക്കി വയ്ക്കുക. ദെൻ കാലുകൾ ക്ലോസ് ചെയ്യുമ്പോൾ പില്ലോ ബാക്കിലോട്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? യെസ്. സ്ലോലി ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് കൈകൾ ബാക്കിലോട്ട്, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഫ്രണ്ടിലോട്ട്. എവിടെയാണോ പ്രഷർ ഉപയോഗിക്കുന്നത് അവിടെ ബ്രീത്ത് ഔട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, 1 ബ്രീത്ത് ഔട്ട്, 2 ബ്രീത്ത് ഔട്ട്, 3 ബ്രീത്ത് ഔട്ട്, 4, 5 breathe in, 6 breathe in, 7 breathe in, 8, 9 ബാക്കിലോട്ട് പോകുമ്പോൾ breathe in. ഓക്കെ, 10, 11, 12, 13, 14, 15, 16, 17, ഇങ്ങനെ 18, 19, 20, 21, 22, 23, 24, 25, superb, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ്. ഇപ്പം ചെയ്യുമ്പോൾ നമ്മൾ കാലുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടല്ലേ, ഇനി കാലുകളുടെ മീതയ്ക്ക് സെയിം ആക്ഷൻ തന്നെ ചെയ്യാം. ഓക്കെ, പില്ലോ എടുക്കുക, കാലുകളുടെ മീതെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31,
32, 33, 34, 35, 36, 37, 38, 39, 40. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. കൈകളും കാലുകളും ജസ്റ്റ് കൂട്ടി യോജിപ്പിക്കുന്ന എക്സസൈസ്. കൈകൾ നല്ലോണം പിന്നോട്ട് വയ്ക്കുക, എന്നിട്ട് കാലുകൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ മിഡിലിൽ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യിക്കുക. ഭയങ്കര ഈസി. നമ്മുടെ വിസറൽ ഫാറ്റ് കുറയുന്നതിന് സഹായിക്കും, ഓവറോൾ ഫാറ്റ് കുറയുന്നതിന് നല്ലപോലെ സഹായിക്കുന്ന എക്സസൈസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈസി, സോ ഈസി. അടുത്ത എക്സസൈസ്. കാലുകൾ ഇങ്ങനെ പിടിക്കുക, വൈഡ് ചെയ്യുക, വൈഡൻ. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. 25 കഴിഞ്ഞു. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. കാരണം അത്യാവശ്യം ബാക്കിന് നല്ല പ്രഷർ ഫീൽ ചെയ്യുന്നൊരു എക്സസൈസാണ്. സോ നിങ്ങളൊന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തൊന്ന് റിലാക്സ്ഡ് ആയതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്ലോലി ചെയ്താൽ മതി. യെസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24 and 25. That's it. അടുത്ത എക്സസൈസ്. ഇതുപോലെ നിന്നിട്ട് ഒരു കാല് ജസ്റ്റ് ബാക്കിലോട്ട്. 1, അടുത്ത കാല് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13,
14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, this is not so easy, 33, 34, അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്താൽ മതി, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. റിലാക്സ്. അടുത്തത് ഇങ്ങനെയാണ്, കാലുകൾ ഇങ്ങനെ ജസ്റ്റ് മേലോട്ട്. 1, ഇത് കുറച്ച് സ്പീഡിൽ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ്റുന്ന സ്പീഡിൽ ചെയ്താൽ മതി. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. റിലാക്സ്. അടുത്ത കാലും അതേപോലെ തന്നെ ഇത്ര സ്പീഡിൽ വേണമെന്നില്ല, നിങ്ങളുടെ സ്പീഡിൽ ചെയ്താൽ മതി, നിർത്തിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സ്ലോലി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4 and 5. റിലാക്സ്. നല്ലോണം സ്ട്രെച്ച് ചെയ്യണമെന്നില്ല, ഇത്രയും മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. നമ്മുടെ ലാസ്റ്റ് റിലാക്സിങ് എക്സസൈസ്, ജസ്റ്റ് കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് വയ്ക്കുക, എന്നിട്ട് കാല് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്യുക. 1, 2, ഇത് സിമ്പിൾ. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9,
10 എഫേർട്ട്ലെസ്ലി ചെയ്യാവുന്നൊരു എക്സസൈസാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ കാലറി ബേണിംഗ് വലിയ കാര്യമായിട്ട് ഒരു കുന്തുമില്ല. ഓക്കെ, കാരണം ഇതിങ്ങനെ പടപടപടാച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാലറി ബേണിംഗ് ഒന്നുമില്ല. ഏറ്റവും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന എക്സസൈസുകൾക്കാണ് കൂടുതൽ കാലറി ബേണിംഗ്, കൂടുതൽ എനർജി ബേണിംഗ് സംഭവിക്കുന്നത്. അത് ഓർക്കുക കേട്ടോ. ഇത് ഞാൻ നടുവൊന്ന് റിലാക്സ്ഡ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി ചെയ്തതാ, അതല്ലാണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. റിലാക്സിങ് എക്സസൈസ് ആണ് ലാസ്റ്റ് കഴിഞ്ഞത്. ഇനി നമുക്കൊരു എഫേർട്ടുള്ള കുറച്ചൊന്ന് കാലറി ബേണിംഗ് ഉള്ള ഒരു എക്സസൈസ് കൂടി ചെയ്തിട്ട് നിർത്താം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 4 3 2 1 റിലാക്സ്. അപ്പോഴിനി സ്ട്രെച്ചിങ്. ജസ്റ്റ് കാലുകളിങ്ങനെ ടൈറ്റായിട്ട് കൂട്ടി പിടിച്ചേക്കുക ചെസ്റ്റിനോട് ചേർത്തിട്ട്. യെസ്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ആൻഡ് വെയിറ്റ് 30 സെക്കൻഡ്സ് ഇതുപോലെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്യുക കാലുകൾ. 1 ബാക്കിന് എന്ത് റിലാക്സേഷനൊക്കെ കിട്ടുകയെന്നറിയാം. 2 നടുവേദന ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാം. 3 സ്ലോലിയാണ് ചെയ്യേണ്ടത്, ഫാസ്റ്റായിട്ടൊന്നുമല്ല. 4 5 യെസ്, നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സൗണ്ട് ചെയ്യുക. ഉഫ്, അങ്ങനെ. ഓക്കെ, 1 വീണ്ടും തിരിച്ച്, 2 3 റിലാക്സ്, 4 തിരിച്ച്, 5 റിലാക്സ്. യെസ്, ഇനി ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട്. ഇത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് അമർത്തുക, ബാക്കിലോട്ട്. 1 വീണ്ടും ഫ്രണ്ടിലോട്ട് അമർത്തുക, ബാക്കിലോട്ട്. 2 വീണ്ടും ഫ്രണ്ടിലോട്ട് അമർത്തുക, ബാക്കിലോട്ട്. 3 ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട്. 4 ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട്. 5 യെസ്, സൂപ്പർ. ഇതിങ്ങനെ വേണമെങ്കിൽ 10 20 ഒക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ബാക്ക് അത്രയും റിലാക്സ്ഡ് ആയിട്ട് കിട്ടും. ആൻഡ് ദിസ് ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചേക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യൂ. ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി അല്ല, റിലാക്സ്ഡ് ആയിട്ട്. ഓക്കെ, അങ്ങനെ. അടുത്ത സൈഡും അതുപോലെ പിടിക്കുക. വീണ്ടും റിലാക്സ്ഡ് ആയിട്ട്. യെസ്, ആൻഡ് ഇനി എന്താ? ശവാസന. യെസ്, കാലുകൾ നന്നായിട്ട് നീട്ടി വയ്ക്കുക, കൈകൾ നീട്ടി വയ്ക്കുക, നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക. ഇങ്ങനെ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം കേട്ടോ. ലൈക്ക് എന്തെങ്കിലും ചെവിയിലൊരു നല്ല മ്യൂസിക് ഇട്ടിട്ട് സുഖമായിട്ട് കിടന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നീട്ടാൽ മതി. ഓക്കെ, സോ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു സ്ഥലത്ത് വർക്കൗട്ട് ചെയ്യാൻ തിരഞ്ഞെടുക്കുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫാൻ ഓൺ ചെയ്തിടുക, വർക്കൗട്ടിനിടയിൽ വെള്ളം കുടിക്കുക, ഇതൊക്കെ ചെയ്യാം കേട്ടോ. ദൂരെ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളെ കെയർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കെയർ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എൻ്റെ വീഡിയോസ് ചെയ്യുന്നത്. ആൻഡ് ലൈക്ക് ഞാൻ ചെയ്യുന്നത് ഒരു പ്രാർത്ഥന പോലെയാണ് എൻ്റെ കണ്ടൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് ആവശ്യമുള്ളവർക്ക് കിട്ടട്ടെ. ഓക്കെ, എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു തരേണ്ടത് ഇൻസ്റ്റഗ്രാമിനെ ഫോളോ ചെയ്യുക, യൂട്യൂബിനെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ 46% ആളുകളാണ് എൻ്റെ വീഡിയോ കാണുന്നത്. കരച്ചിൽ വരുന്നു ആലോചിക്കുമ്പോൾ. വെറുതെ പറഞ്ഞതാണ്. എനിക്ക് ഡിസേർവ് ചെയ്യുന്നതെല്ലാം ഞാൻ എൻ്റെ എഫേർട്ട് അനുസരിച്ച് ഞാൻ ഡിസേർവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് സമയത്തിന് കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ദൈവം. സോ ഞാൻ ആ ഒരു ശക്തിയിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. സോ അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, 100 പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അതിൽ 46% പേരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നത്. അത് സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയാലോ എന്നുള്ള വിഷമം കൊണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പോൾ മനുഷ്യർ ഭയങ്കര മൈൻഡ് സെറ്റുള്ളവരാണ്. അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. അതല്ലാത്ത കുറച്ച് നല്ല പേരെന്നെ കാണുന്നില്ലേ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആൻഡ് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നിങ്ങൾക്ക് നന്മ വരുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ.
ഒപ്പം എനിക്ക് നന്മ വരുന്നതും. ഓക്കെ, ആൻഡ് നമുക്കൊരു ജോയിൻ ബട്ടൺ ഉണ്ട്, അവിടെ ഒരു 100 സംതിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഡയറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഡയറ്റുകൾ ഇടും, കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. കൂടുതൽ എന്തൊക്കെ കണ്ടൻറ്റുകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അതെൻ്റെ GPay വഴി എൻ്റെ അക്കൗണ്ടിലോട്ട് വരുന്ന മണിയല്ല, അത് യൂട്യൂബിന് പോകുന്ന മണിയാണെന്ന് ദയവായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ലവ് യു, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽതി.